മീ ഷിഫ്റ്റിംഗ് ടു എ ന്യൂ ഹോം. സോ പുതിയ വീടൊന്നുമല്ല കേട്ടോ, റെൻറ്റ് ഹോം തന്നെയാണ്. പക്ഷേ അല്ല, നോ, ആണിയടിക്കக்கூடாது, ഡ്രിൽ പോടக்கூடாது. നിങ്ങളിപ്പോൾ ഏത് BHK ആണ് എടുക്കാൻ പോകുന്നത്? നിങ്ങളെ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് കൂടെ വേണം. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ഹായ്. സോ യെസ്, സോ ബാക്ക് വിത്ത് എ ന്യൂ ടോപ്പിക്. ഇന്ന് നമ്മൾ മേജർലി സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മേജർ ലൈഫ് ഡിസിഷൻ, വിച്ച് ഇസ് സംതിങ് ന്യൂ ടു മീ. ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അബൌട്ട് ദ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൻ്റെ ട്രൂത്ത് റിയാലിറ്റി എങ്ങനെയാണ്, ആസ് എ ന്യൂ ഗൈ ഹു ഡസൻ pretty much know anything, ഹൗ ഡു യു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ അതിന് നുവാൻസസ് എല്ലാം ഞാൻ ഈ വീഡിയോസിൽ സംസാരിക്കാം. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മീ ഷിഫ്റ്റിംഗ് ടു എ ന്യൂ ഹോം. സോ പുതിയ വീടൊന്നുമല്ല കേട്ടോ, റെൻറ്റ് ഹോം തന്നെയാണ്. സോ എൻ്റെ ഫസ്റ്റ് റെൻറ്റ് ഹോമാണ്. ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ വിൽ ഗോ ത്രൂ ആൻഡ് വിൽ സീ ഹൗ ഇറ്റ് എക്സാക്ട്ലി ലുക്സ് ലൈക്ക്. ആൻഡ് ടു ടേക്ക് യു ത്രൂ, ഇത് തന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു അന്തരീക്ഷമാണ്. എന്താണെന്നറിയില്ല, നമ്മൾ പോകുന്നിടത്തെല്ലാം നേച്ചർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ ഞാനൊരു അഗെയിൻ ഒരു റെൻറ്റഡ് ഹോം എടുത്തു. ആൻഡ് എൻഡ് ടു എൻഡ് ഒരു വീട് സെറ്റപ്പ് ചെയ്യുന്ന കഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പ്രോബ്ലി കാണും. സോ ഐ വിൽ ബി ദ മോസ്റ്റ് റിലേറ്റബിൾ ഗായ് ഇഫ് യു സീ ദിസ്, ഇഫ് യു വാച്ച് ദിസ് ടിൽ ദ എൻഡ്. ഞാനൊരു സൂപ്പർസ്റ്റീഷ്യസ് ഗായൊന്നുമല്ല, ബട്ട് ഇവിടെ നിന്നാൽ ഐ ക്യാൻ സീ അമ്പലത്തിൻ്റെ ഇതൊരു ഗോപുരം എന്നൊക്കെ പറയും, കോവിലിൻ ഗോപുരം തെരിയിരത്. സോ രാവിലെ കഴിക്കുമ്പോൾ ഇത് കാണാം, ഒരു നാച്ചുറൽ സംഭവമാണ്. ദെൻ അഗെയിൻ ഐ ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് മൈ ഹോൾ സീനറി. ആൻഡ് ഐ ലിവ് ഇൻ ദ ടോപ്പ് ഫ്ലോർ. ഞാൻ ഏറ്റവും ടോപ്പിലാണ്. സോ ചില കാര്യങ്ങൾ വൈസ് ഇറ്റ്സ് ഗുഡ്, കാറ്റ് വൈസ് ഇറ്റ്സ് ഗുഡ്. നല്ല കാറ്റുണ്ട്. പിന്നെ ഒരു കുറച്ച് കഷ്ടമുണ്ട്, പടിയൊക്കെ കയറി ഇറങ്ങുമ്പോഴുള്ള പാടയുള്ളെന്നുള്ളൂ. ബട്ട് ആവറേജ്ലി ഇറ്റ്സ് ഗുഡ്, യുനോ. കാരണം ഒരു റെൻറ്റ് ഹോം ആകുമ്പോഴേ ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ കാണും, ഇല്ലെന്നല്ല. സോ ഇൻ ദാറ്റ് ആസ്പെക്റ്റ് മൈ റെൻറ്റ് ഹോം ഇസ് ഗുഡ്. ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നേ, എന്താ ചെയ്യേണ്ടത്, എന്താ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, എന്ത് തിങ്സാണ് ആദ്യം മേടിക്കേണ്ടത്. സോ ഐ വാസ് കൈൻഡ് ഓഫ് ബ്ലാങ്ക്. ബട്ട് ഇവൻച്വലി ഐ സ്റ്റാർട്ടഡ് ബൈയിങ് തിങ്സ് ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. സെറ്റിംഗ് ഇറ്റ് അപ്പ് ഫ്രം ദി സ്റ്റാർട്ട് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു വീട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പ്ലാനിങ് ഒക്കെ വേണ്ടേ, എന്തൊക്കെയാണ് കോമ്പണൻസ് വേണ്ടത്, ഒരു കിച്ചണിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണ്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐ വാസ് നോട്ട് അവെയർ, ടു ബി ഫ്രാങ്ക്. സോ ഐ വാസ് പ്ലെയിൻ. എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ വീട് മാറുക, ഫ്രം മൈ എക്സിസ്റ്റിംഗ് ലൊക്കേഷനിൽ നിന്ന് വീട് മാറുക, അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ ഒരു ഐഡിയ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ സെറ്റിംഗ് ഇറ്റ് അപ്പ് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. സോ ഞാൻ വീടെടുത്തു. അഗെയിൻ ഇറ്റ് വാസ് എ വെരി പ്ലെയിൻ ടാസ്ക്സ്. ഞാനിപ്പോൾ 2-3 ചെയറും ഒരു ടേബിളും ഒക്കെ വാങ്ങി റെഡിയാക്കി. സോ അതിൽ എനിക്ക് ആദ്യം ചെയർ വാങ്ങിക്കുന്നവരെ, കാരണം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ കരുതുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ കോമ്പണൻസ്, അതായത് ഫാന്, മിക്സി, എക്സെട്ര അത് മാത്രമാണെന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ അല്ല, നോ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബേസിക്സ്. നിങ്ങൾക്ക് ഈ സാധനം അറിയോ?
മറ്റേ ഹാങ്ങി പൊട്ടിക്കുന്ന സംഭവം. ഈ വീട്ടിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരൊറ്റ കോമ്പണൻ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. വൈ? ബിക്കോസ് സി, റെൻ്റൽ ഹോമിൽ കുറേ റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1, യു ഷുഡ് നോട്ട് എന്താ പറയുക, ഡ്രിൽ ആർ യു ഷുഡ് നോട്ട് പുട്ട് നെയിൽസ് ഓൺ ദ വാൾസ്. അതായത് ആണി അടിക്കാൻ പാടില്ല. ആണി അടിക്കக்கூடாது, ഡ്രിൽ പോടக்கூடாது. So that is the rules. Rule number 2, don't make loud noises. സൗണ്ട് ഒന്നും പാടില്ല. നടക്കുമ്പോൾ സൗണ്ട് പാടില്ല. എന്താ പറയുക, തിങ്സ് മൂവ് ചെയ്യുമ്പോൾ സൗണ്ട് പാടില്ല. കാറ്റടിക്കുമ്പോൾ ജനൽ അടയ്ക്കണം. അങ്ങനത്തെ കുറേ ആദ്യം തന്നെ കുറേ റൂൾസൊക്കെ മനസ്സിലാക്കി തുടങ്ങി. സി, കുറേ പേർ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, പക്ഷേ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം ഈവൻ ദോ കണ്ടന്റ് പാർട്ടിന് വേണ്ടി ആൾക്കാർ പറയുന്നതാണെങ്കിലും അല്ലാതെ പേഴ്സണലായിട്ടും ആൾക്കാർ പറയുന്നതാണെങ്കിലും ഞാൻ അതിനൊരിക്കലും ഒരു സീരിയസ് പോയിന്റ് ഓഫ് വ്യൂ എടുത്തിട്ടില്ല. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഈ വീട്ടിൻ്റെ ദ മോസ്റ്റ് യൂസ്ലെസ് തിങ് എന്ന് ഞാൻ ആദ്യം ആലോചിച്ചത് ഈ സാധനമായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്കിതിൻ്റെ യൂസ് മനസ്സിലായത്. ഏത്? ഒന്നാമത്തെ കാര്യം, ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വയ്ക്കാം. ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ്. എസെൻഷ്യൽസ് ആണ്, സെറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് മെസ്സി. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, മേ ബി ഒരു ഇതുപോലത്തെ ഒരു ക്യാമറ സെറ്റപ്പിനെ ഏത് അകത്തൂടെ ക്യാമറ ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവത്തിന് ദിസ് മേ ബി ഗുഡ്. ഒരു സിൽവർ ഷോട്ടൊക്കെ എടുക്കാം. ഏത്? ദിസ് കോർണർ ഇൻട്രസ്റ്റ് മീ ദ മോസ്റ്റ്. കാരണം അവിടെ നമ്മുടെ എൻട്രൻസിൽ നിന്ന്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഡോറിൽ നോക്കുമ്പോൾ ഇതൊരു വീ കോർണറാണ്. ഇതിലെനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സപ്ലൈ വയസ്സ് കൊടുത്തിട്ടുണ്ട് ഫോർ ദ കേബിൾ ആൻഡ് ടി വി. പക്ഷേ എനിക്ക് ടി വി സെറ്റപ്പ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. സോ ഐ ആം പ്ലാനിങ് ടു ഡു സംതിങ് ഔട്ട് ഓഫ് ദിസ് വാൾ. സോ ഇഫ് ദർ ഇസ് എനി ഐഡിയാസ്, ഡു ലെറ്റ് മീ നോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു വാൾ. പൊളിയല്ലേ? സോ ഈ വാൾ എനിക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഇറ്റ്സ് എൻ ഓപ്പൺ വാൾ, ഒരു വി സ്ട്രക്ചർ, ഒരു വി ഷേപ്പിൽ കുറേ എന്തെങ്കിലും ഒരു ആർട്ട് ഫോമൊക്കെ ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ആർട്ടിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതാണ്. ഞാൻ ആർട്ടിസ്റ്റിക്കായിട്ട് പോകുന്നില്ല. പ്രോബബ്ലി വിൽ ലുക്ക് ഇൻ ടു സംതിങ് യുനോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ആർട്ട് ഫോം ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ബട്ട് യാ, വിൽ സീ. സോ ചാർജസിനെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് വെർ ദ ഹോൾ പാർട്ട് കംസ് ഇൻട്രസ്റ്റിംഗ്. സി, നമ്മൾ ഒരു വീടെടുക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നല്ല സ്ഥലം, പിന്നെ നല്ല നല്ല എന്താ പറയുക, അത് നല്ല വാസ്തു, ഓർ ഈസ്റ്റ് ഫേസിങ്, നോർത്ത് ഫേസിങ്, അങ്ങനത്തെ വീട് വേണം, വിച്ച് ഇസ് ഓക്കെ. ബട്ട് ദ മെയിൻ ചാലഞ്ച് അതൊന്നുമല്ല. ഇറ്റ് ഈസ് ദ അഡ്വാൻസ്. സി, ഈ ഗവൺമെൻറ് കുറേ റൂൾസൊക്കെ ഉണ്ടാക്കിയല്ലോ. അതായത് എന്താ, 2 മാസത്തിന് അഡ്വാൻസേ വാങ്ങിക്കാവുള്ളൂ എന്നൊക്കെ. കർണാടകയിലൊക്കെ അങ്ങനെ ഒരു സംസാരം ഉണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അഡ്വാൻസ് ഇസ് പ്രിറ്റി മച്ച് ഗ്രേറ്റ് ആൻഡ് പീപ്പിൾ ആസ്ക് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. അതാണ് സത്യം. ആരെങ്കിലും വീട് എടുക്കാനുണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ് ഫോർ യുവർ അഡ്വാൻസ് എമൗണ്ട്. കാരണം അതൊരു ബൾക്ക് എമൗണ്ട് ആയിരിക്കാം, ബേസ്ഡ് ഓൺ യുവർ BHKs. ഇപ്പോൾ നിങ്ങൾ 1 BHK 2 BHK അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ക്യാൻ കം അണ്ടർ സംതിങ് അണ്ടർ 1 lakh. അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ 1 ലക്ഷം ചോദിക്കാം. ഞാൻ എടുത്തിട്ടുള്ള 2 BHK ആണ്. ആൻഡ് ദ റെൻറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ റെൻറ്റിൽ ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ റെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. ഇഫ് ദർ ഇസ് റൂം ഫോർ നെഗോഷിയേഷൻ, റെൻറ്റിൽ നെഗോഷിയേറ്റ് ചെയ്യുക. കാരണം ഓൺ ദ ലോങ് ടേം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇതിൽ എന്താ പറയുക, അഡ്വാൻസിൽ നെഗോഷിയേറ്റ് ചെയ്താൽ ബിഗ് ചങ്ക് ഓഫ് amount will be reduced, so we'll become safe. സോ അതാണ് ഒരു ജനറൽ കൺസിഡറേഷൻ. പക്ഷേ അങ്ങനെയല്ല. റെൻറ്റ് നിങ്ങൾ മാസം മാസം കൊടുക്കുകയാണ്. സോ മാസം നിങ്ങളൊരു എമൗണ്ട് നിങ്ങളുടെ ഇൻകമിൽ നിന്ന് പോവുകയാണ്.
സോ അത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുക. ആൻഡ് യു ഷുഡ് ഹാവ് എ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ഞാനിപ്പോൾ ഏത് BHK ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്ലസ് യുവർ ബഡ്ജറ്റ്. നിങ്ങളുടെ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് കൂടെ വേണം. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ നോക്കാൻ പോകുന്ന ഏരിയയിൽ വിച്ച് എവർ ദ പ്ലേസ് ഇറ്റ് ബി, കേരള ആവട്ടെ, തമിഴ്നാടാവട്ടെ, കർണാടക ആവട്ടെ, എവിടെയെങ്കിലും ആവട്ടെ, എവിടെയാണെന്ന് വെച്ചാലും സംഭവം യു ഷുഡ് ഡു സംതിങ് കോൾഡ് എസ് മാർക്കറ്റ് അനാലിസിസ്. സോ ഈ മാർക്കറ്റ് അനാലിസിസ് എന്തിനാണെന്ന് വെച്ചാൽ റൂൾ നമ്പർ 1, റൂൾ നമ്പർ 2 പോലെ റൂൾ നമ്പർ 3 കഴിഞ്ഞു, റെൻറ്റിൻ്റെ കാര്യമാണ്. റൂൾ നമ്പർ 4 ആണ് മാർക്കറ്റ് അനാലിസിസ്. സോ മാർക്കറ്റ് അനാലിസിസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ എങ്ങനെയാണ്, ഇവിടുത്തെ റെൻറ്റുകൾ എങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് അഡ്വാൻസ്, എങ്ങനത്തെ വീടുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഫുള്ളി ഫർണിഷ്ഡ് ആണോ, ഹാഫ് ഫർണിഷ്ഡ് ആണോ, അതോ ജസ്റ്റ് വീട് മാത്രം തരുമോ, ഫാനൊന്നും ഇല്ലാതെ. സോ അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ഇന്ത്യ ദർ ഇസ് നോ ഓൺലൈൻ ഓപ്ഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദിസ്. എനിക്ക് ബാക്കി കൺട്രികളൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഇന്ത്യ എന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ ഞാനങ്ങനെ നോർത്തിലൊന്നും പോയി വീടൊന്നും എടുത്തിട്ടില്ല. സാധാരണ ബേസ്ഡ് ഓൺ മൈ സൗത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു ആപ്പിൽ കൂടെ കയറി, അതായത് നമുക്ക് കുറേ ആപ്പുണ്ടില്ലേ, മറ്റേ റെഡ് കളർ ആപ്പുണ്ട്, അല്ലാതെ കുറേ ആപ്പുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നത്. സോ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ദേ പ്രൊവൈഡ് യു ദ ഹോൾ ഐഡിയ. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ഓക്കെ ഫൈൻ, ബട്ട് അതിൻ്റെ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ പോയിട്ട്. ആൻഡ് ഒരു ഹാർഷ് ട്രൂത്ത് എന്ന് വെച്ചാൽ നേരത്തെ ലോ ബ്രോക്കർക്ക് ഫ്രീ ആയിരുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല, പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ മാത്രമേ ഒരു വീടിൻ്റെ നമ്പർ വരെ കാണിക്കുകയുള്ളൂ. വിച്ച് ഈസ് ഓക്കെ. സോ ബട്ട് ദാറ്റ് ഡസൻ പ്രൊവൈഡ് യു ദ റിയാലിറ്റി. ഏരിയ എന്താണ്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താണ്. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏരിയയിലും ഓരോ ഇതിലും ഡിഫറൻസ് കാണും. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ BTM ലേഔട്ട് എടുത്താൽ, BTM ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് 4 സൈറ്റ്സ് ഉണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ എല്ലാം കയറായത് ബാംഗ്ലൂരൊക്കെ പിന്നെ ഒരു സിംഗിൾ പ്ലേസ് ഒന്നുമില്ല, എല്ലാം അങ്ങനെ 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 കറങ്ങിയ ഒരു പരിപാടിയാണ്. സോ ഈ ബാംഗ്ലൂർ മീൻസ് BTM ലേഔട്ടിൻ്റെ അപ്പുറ ഒരു റീജിയൻ നോക്കിയാൽ റെൻറ്റ് വളരെ കുറവായിരിക്കും. അത് ടുവേർഡ്സ് ദ മെയിൻ റോഡ് റെൻറ്റ് കൂടുതലായിരിക്കും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ. സോ നമ്മൾ റെൻറ്റ് എവിടെയാണ് എന്നുള്ള അനാലിസിസ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക. എന്നിട്ട് വേണം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രൗണ്ട്. ഇറ്റ്സ് നോ അതർ ഗോ. ഒരു ദിവസം രാവിലെ കൂട്ടുകാർ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കുക, കൂട്ടുകാരുടെ വണ്ടി എടുക്കുക, ഓർ എനി റെൻ്റൽ ബൈക്ക് ഓർ വാട്ട്സ് ഓവർ എനി മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ 1 ഡേ ഫുൾ ആ റീജിയനിൽ ഫുള്ളായിട്ട് നിൽക്കേണ്ടി വരും. മീൻസ് ഒന്ന് പോയി നോക്കേണ്ടി വരും എന്താണ് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി you should be able to get a house by 1 to 3 days max, which is a good thing. പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചായിരിക്കും വീടിൻ്റെ ബാക്കി കാര്യം. സോ ദ 5th മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മൾ ഈ മാർക്കറ്റ് അനലൈസിസ് ഒക്കെ ചെയ്തതിന് ശേഷം വീടെടുക്കുമല്ലോ. വീടെടുത്ത് റെൻറ്റ് കൊടുക്കുമ്പോൾ റെൻ്റൽ അഗ്രിമെൻറ്റ് മസ്റ്റാണ്. വി കാൺട്ട് ബിലീവ് പീപ്പിൾ ദീസ് ഡേയ്സ്. സോ റെൻ്റൽ അഗ്രിമെൻറ്റ് വളരെ ഇൻ്റഗ്രലാണ്.